നേരം വൈകുന്നേരത്തിൽ നമ്മൾ ഇനി ഒരു പ്രധാന സെഗ്മെന്റിലേക്ക് പോവുകയാണ്. എന്നിട്ടെന്തായി? നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരെക്കുറിച്ചും മാധ്യമങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ പരാതികൾ കാണും. ഓരോ സംഭവങ്ങൾ വരുമ്പോൾ വലിയ ആഘോഷമാക്കുന്നു, അതിനുശേഷം അതവിടെ ഉപേക്ഷിച്ച് പോകുന്നു എന്നതായിരിക്കും വലിയ പരാതി. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തന്ന വാർത്തകൾ, അതിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊരു അന്വേഷണമാണ് എന്നിട്ടെന്തായി എന്ന ഈ സെഗ്മെന്റിലൂടെ നടത്തുന്നത്. നമ്മൾ ആദ്യം ഇന്ന് കൂടത്തായിലെ ജോളി എവിടെ എന്ന് പരിശോധിക്കുന്നു. എന്നിട്ടെന്തായി? ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി നൽകി ഉറ്റവരെ കൊന്നൊടുക്കിയ ജോളിയുടെ കഥ നമ്മൾ മറക്കില്ല. കാരണം കേരളം ഇത്രമാത്രം ഞെട്ടിയ മറ്റൊരു സംഭവം ഉണ്ടാകില്ല. ഇടവേളകളിൽ ഏറ്റവും ഉറ്റവരായ അടുത്ത ബന്ധുക്കളെ സയനൈഡ് നൽകി കൊലപ്പെടുത്തുന്നു, അതും പ്രതി ഒരു സ്ത്രീ. ആ രീതിയിൽ കേരളം ഞെട്ടിയ, ചർച്ച ചെയ്ത ഒരു കേസാണ് കൂടത്തായിലെ ജോളിയുടെ കുറ്റകൃത്യങ്ങളുടെ കഥ. 6 വർഷം പിന്നിടുമ്പോൾ ജോളി ജയിലിലാണ്. അവിടെ ജോളി ഉണ്ടായിരുന്ന ഈ കുറ്റകൃത്യങ്ങൾ നടന്ന കൂടത്തായിലെ പൊന്നാമറ്റം വീടിന് എന്ത് സംഭവിച്ചു? അവിടെ ഇപ്പോൾ ആരൊക്കെയാണുള്ളത്? അവർ എന്ത് ചെയ്യുന്നു? ജോളിയെ അവർ മറന്നോ? ജോളിയുടെ ഓർമ്മകൾ പോലും ഇല്ലാത്ത വിധം പൊന്നാമറ്റത്തെ ആ വീട് എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് കാണാം MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി നൽകി ഉറ്റവരെ കൊന്നൊടുക്കിയ കൂടത്തായി ജോളിയുടെ കഥ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ജോളി ജയിലിലായി 6 വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ മാറ്റങ്ങളാണ് കൂടത്തായിയിലെ പൊന്നാമറ്റം വീടിനും ജോളിയോട് ചേർന്ന് നിന്നവരുടെ ജീവിതത്തിനും സംഭവിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ അന്നമ്മ തോമസ്, അന്നമ്മയുടെ സഹോദരൻ MM മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജു സ്കറിയയുടെ ഭാര്യ സിലി, മകൾ 2 വയസ്സുള്ള ആൽഫിൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൃത്യമായ ഇടവേളകളിൽ ഉണ്ടാകുന്ന ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ടോം തോമസിന്റെ മകൻ 2019 കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സ്വത്ത് തർക്കമാവാം പരാതിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം മുന്നോട്ടു പോയില്ല. KG സൈമൺ ജില്ലാ പോലീസ് മേധാവിയായി എത്തിയതോടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും മരണങ്ങൾ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. കല്ലറകൾ തുറന്ന് മൃതദേഹങ്ങൾ തുറന്നെടുത്തതിന് പിന്നാലെ ജോളിയുടെ കൈകളിൽ വിലങ്ങു വീണു. കൊല്ലപ്പെട്ട സിലിയുടെ ശരീരത്തിൽ സൈനൈഡിന്റെ അംശമുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. സൈനൈഡ് ഉള്ളിൽ ചെന്നാണ് റോയ് തോമസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മറ്റ് 5 കൊലപാതകങ്ങളിലും ജോളി തന്റെ സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ജോളിക്ക് സൈനൈഡ് എത്തിച്ചു നൽകിയ ബന്ധു മഞ്ചാടിയിൽ MS മാത്യു, സ്വർണ്ണപ്പണിക്കാരനായ പ്രജികുമാർ എന്നിവരും അറസ്റ്റിലായി. ടോം തോമസിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വ്യാജ ഒസ്യത്തുണ്ടാക്കാൻ സഹായിച്ച CPM കട്ടാങ്ങൽ മുൻ ലോക്കൽ സെക്രട്ടറി E മനോജ് കുമാർ, വ്യാജ ഒസ്യത്ത് സാക്ഷ്യപ്പെടുത്തിയ നോട്ടറി അഡ്വക്കേറ്റ് C വിജയകുമാർ എന്നിവരും പിന്നീട് കേസിൽ പ്രതികളായി. ജോളിക്കെതിരായ കേസുകളിൽ വിചാരണ തുടരുകയാണ്. ജോളിയുടെ അഭിഭാഷകനായ BH ആളൂരിന്റെ മരണത്തോടെ വിചാരണയുടെ വേഗം കുറഞ്ഞിട്ടുണ്ട്. ജോളിയുടെ ഭർത്താവ് ഷാജു സ്കറിയയ്ക്ക് അടുത്തിടെ ജോളിയിൽ നിന്ന് വിവാഹമോചനവും ലഭിച്ചു. ജോളിയോ അഭിഭാഷകനോ സ്ഥിരമായി കേസിൽ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് എക്സ് പാർട്ടി ഉത്തരവ് ഷാജുവിന് ലഭിച്ചത്. ഷാജുവിനോടുള്ള ജോളിയുടെ പ്രണയവും കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങളിലൊന്നായി പോലീസ് കണ്ടെത്തി. ഷാജു സ്കറിയയുടെ ഭാര്യയെയും മകളെയും വകവരുത്തിയത് ഷാജുവിനെ സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. പിന്നീട് ജോളി പദ്ധതിയിട്ട പ്രകാരം കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. തന്നെ ജോളി കുടുക്കുകയായിരുന്നുവെന്നാണ് ഷാജു ഇപ്പോൾ പറയുന്നത്. വിവാഹബന്ധം ഒഴിവാക്കിയതിൽ ആശ്വാസമുണ്ടത്രേ.
എന്താണ് അവർക്ക് നമ്മൾ അങ്ങനെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതങ്ങനെ മോശമായിട്ട് പെരുമാറേണ്ട ആവശ്യമില്ല. അവർക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല, ചേർക്കുന്ന ഒരു ഫീലൊന്നും വന്നില്ലായിരുന്നു. അതെ, അവർക്ക് അങ്ങനത്തെ കിട്ടുന്നില്ലല്ലോ. ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, ഇല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റും അല്ലേ? ഇൻവോൾവ്മെന്റ് അവർക്ക് സാറ് ചിന്തിക്കാൻ കാര്യമില്ലുള്ളൂ. രണ്ടാം കല്യാണം കഴിക്കുന്നുള്ള ഇത് മാത്രമേ സംഭവിച്ചുള്ളൂ. അതാണ് നമ്മൾ അതിലേക്ക് നമ്മൾ വീണു പോയതല്ലേ, നമ്മൾ അങ്ങോട്ട് കയറി ചാടി വീണതല്ലേ, വീഴ്ത്തിയല്ലേ. ജോളി ജയിലിലായി 6 വർഷം കഴിയുമ്പോൾ പൊന്നാമറ്റം വീട്ടിലും വലിയ മാറ്റങ്ങളുണ്ട്. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്ന വീടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അടുത്തിടെ പൂർത്തിയാക്കി. വീടിന്റെ പെയിന്റ് റോസിൽ നിന്ന് വെള്ളയാക്കി മാറ്റി. ജോളിയുടെ ഓർമ്മകൾ വീണ്ടും എത്താതിരിക്കാൻ വീട്ടിലെ ഫർണിച്ചറുകൾ പോലും മാറ്റിക്കളഞ്ഞതായി അയൽവാസികൾ പറയുന്നു. ജോളിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. വിവാഹശേഷം വധൂവരന്മാർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. അവള് പോയതിന് ശേഷം വീടൊക്കെ പെയിൻ്റൊക്കെ മാറ്റി, പുതിയ പെയിൻറ്റൊക്കെ കഴിഞ്ഞ്, ഇപ്പോൾ മോനെ കല്യാണമൊക്കെ കഴിഞ്ഞ്, കല്യാണം കഴിയുന്ന ഒരു 4 ദിവസമൊക്കെ ഇവിടെ നിന്ന് വരും. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു പറയുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വരലുണ്ട്, പിന്നെ ജോലി ഭർത്താവിന് അന്യ വരലുണ്ട്, പിന്നെ അപ്പങ്ങൾ വരലുണ്ട്. എല്ലാവരും കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസാക്കും, പിന്നെ അവരങ്ങ് തിരിച്ചു പോകും. നമ്മളാ ചെയ്തെന്ന് ഓർത്തപ്പോൾ അങ്ങ് പെട്ടെന്ന് ഞെട്ടാതിരിക്കുകയോ. പിന്നെ സാറിനെ ടീച്ചറെ അവളെ ഭർത്താവിനെ കോള് കൊണ്ടുപോയെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഷോക്കായി പോയി. പെട്ടെന്ന് കേട്ടാൽ പൊന്നാമറ്റം വീടും അനുബന്ധ സ്വത്തുക്കളും കൈയടക്കുന്നതിനായി ജോളി തയ്യാറാക്കിയ വ്യാജ ഒസ്യത്ത് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ റദ്ദാക്കിയിരുന്നു. ടോം തോമസിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമടക്കം തുല്യ അവകാശമാണ് സ്വത്തുക്കളിലുള്ളത്. സ്വത്ത് തട്ടിയെടുക്കാൻ കേരളത്തിൽ നടന്ന ഏറ്റവും ആസൂത്രിതമായ കൂട്ടക്കൊലപാതകങ്ങളിൽ ആണ് ജോളിയുടെ നേതൃത്വത്തിൽ നടന്നത്. എന്തായാലും ജോളിയുടെ ഓർമ്മകൾ പോലും ബാക്കി വെക്കാതിരിക്കാൻ ആ വീട്ടുപകരണങ്ങളെല്ലാം മാറ്റിയിരിക്കുകയാണ്. ജോളി കുടുക്കിയതാണ് എന്ന് ഭർത്താവ് പറയുന്നു. ഭർത്താവിന് വിവാഹമോചനം അനുവദിച്ചു. എന്തായാലും വിചാരണ നടപടികൾ BA ആളൂരിന്റെ മരണത്തോടുകൂടി ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നു. വിചാരണ നടപടികൾ ഇപ്പോൾ ഇഴയുകയാണ്. എന്താണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ജോളിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന ആകാംക്ഷ ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഇതാണ്